ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണ് ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കാഴ്ചയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള കരണം. ഇന്ദ്രിയം അല്ലത് കരണമാണ്. ഇന്ദ്രിയം ആന്തരികമായിട്ടുള്ളതാണ് നയനേന്ദ്രിയം. ബാഹ്യമായുള്ള ഈ കരണം ജീവന്റെ ലക്ഷണം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. ഒരാൾ ജീവിക്കുന്നുണ്ടോ മരിച്ചോ എന്നറിയാൻ അയാളുടെ കണ്ണ് തുറന്നു നോക്കിയാൽ കഴിയും. അതേപോലെ രോഗാവസ്ഥകൾ നിർണ്ണയിക്കാൻ പലപ്പോഴും കണ്ണ് നോക്കാറുണ്ട്. ജീവന്റെ പ്രകാശം കണ്ണിലാണ്. സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷം 11:33 മുതൽ 36 വരെ തിരുവചനങ്ങളിൽ ഈശോ പറയും, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് പ്രകാശിച്ചാൽ ജീവൻ അറിയാൻ കഴിയും, ശരീരം മുഴുവൻ പ്രകാശിക്കും. യേശു പറയുന്ന കണ്ണ് ബാഹ്യമായ കണ്ണല്ല, ആന്തരികമായൊരു കാര്യത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുക. നമ്മുടെ കാഴ്ചപ്പാടുകൾ പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ് യഥാർത്ഥത്തിൽ വിശ്വാസം പ്രകാശിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ആകെ പ്രകാശിപ്പിക്കുന്നത് കാഴ്ചപ്പാടുകളാണ്. വിശ്വാസത്തിലേക്ക് അവിശ്വാസം കടന്നു കയറുന്നത്, അതല്ലെങ്കിൽ വിശ്വാസ അപജയം സംഭവിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ടാണ്. നാം പോലും അറിയാതെ വിശ്വാസത്തിനകമേയാണെന്ന് കരുതുമ്പോഴും വിശ്വാസത്തിന് നമ്മെ എതിരാക്കി മാറ്റാൻ കഴിയുന്ന ശക്തികൾ കാഴ്ചപ്പാടുകളിൽ പ്രവർത്തിക്കും. ഇന്ന് കത്തോലിക്ക ശുശ്രൂഷകൾക്കകത്ത് പോലും നുഴഞ്ഞു കയറിയിട്ടുള്ള പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെയും കത്തോലിക്ക വിരുദ്ധമായ ആശയങ്ങളുടെയും പ്രവർത്തനം എങ്ങനെയാണ് നിവൃത്തിയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വിശ്വാസ പ്രഘോഷണ മേഖലയിലേക്ക് കത്തോലിക്ക വിരുദ്ധമായ വിശ്വാസമുള്ള, അല്ലെങ്കിൽ പ്രവൃത്തി കൂടാതെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ കടന്നു വരും. പെന്തക്കോസ്റ്റൽ മൂവ്മെന്റുകളുടെ പ്രവർത്തനം വിശ്വാസ സമൂഹത്തിനകത്ത് നാം അറിയാതെ സംഭവിക്കുന്നുണ്ട്. കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലുമൊക്കെ സൗഖ്യം നൽകുന്നതാണ് പരമപ്രധാനം എന്ന നിലയ്ക്ക് വരും. ഈ സൗഖ്യപ്പെടുത്തലുകളാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന നിലയ്ക്ക് ഉയർത്തപ്പെടുന്നു. വാസ്തവത്തിൽ സൗഖ്യം എന്നതിനെ സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരം കൺവെൻഷനുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ സൗഖ്യദായകമായ ശുശ്രൂഷകൾ വഴി ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. കൗതാശികമായി ക്രിസ്തു നമ്മോടൊപ്പം വസിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ള നമ്മൾ ആ ബോധ്യത്തെയും ഇത്തരത്തിലുള്ള അപജയങ്ങളെയും കൂട്ടിയിണക്കാൻ ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും ആ ആരാധന മധ്യേ തന്നെ ഈ സൗഖ്യദായകമായ പ്രവൃത്തികൾ നടക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് കാരണമാകുന്നത്, അടയാളമായി ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നത് വിശ്വാസ അപജയമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. സഹനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യം എന്താ? സഹനങ്ങൾ രക്ഷാകരമാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് ബോധ്യങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തു കുരിശിൽ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തു, ഇനി സഹനമില്ല. സഹനങ്ങളുടെയൊക്കെ കാരണമായിട്ടുള്ളത് പൈശാചിക ബാധയാണ്. അതുകൊണ്ട് പിശാചിനെ ഒഴിവാക്കിയാൽ സഹനങ്ങൾ മാറും. സഹനങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തുവെന്നും ഇനി സഹനങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഇന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കത്തോലിക്ക വേദികളിൽ നിന്നുകൊണ്ടാണ്. ഇത് പഠിപ്പിക്കുന്നത് പ്രൊട്ടസ്റ്റന്റുകാരാണ്. നാം പോലും അറിയാതെ വിശ്വാസത്തിലുള്ള വ്യത്യസ്തതകൾ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വരുന്ന പിഴവുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു അവിയൽ പരുവത്തിലാണ് ഇന്ന് വിശ്വാസം വരിക. പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യം അല്ലെങ്കിൽ ഇത്തരം വിശ്വാസ അപജയങ്ങളുടെ നുഴഞ്ഞുകയറ്റം വിശ്വാസ സമൂഹത്തെ ഇന്ന് ബലക്ഷയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സൗഖ്യപ്പെടുത്തുന്നതാണ് വിശ്വാസം എന്ന ധാരണ, അല്ലെങ്കിൽ
സഹനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന ധാരണ സാധാരണയായി സാമാന്യവൽക്കരിക്കപ്പെടുകയും വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും സ്വീകരിക്കുകയും ചെയ്യും. എന്റെയും നിങ്ങളുടെയും ജീവിത സഹനങ്ങളുടെ അർത്ഥവും മൂല്യവും നഷ്ടപ്പെടുത്തി സഹന വഴിയിൽ ക്രിസ്തുവിനോടൊപ്പമായിരുന്ന് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കയറാൻ കഴിയുമെന്ന പ്രത്യാശാനിർഭരമായ വിശ്വാസ വഴിയെ നമ്മൾ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. രസകരമായൊരു കാര്യം, സഹനങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ടാം പടി എന്താണ്? പാപങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പാപത്തെക്കുറിച്ച് അനുദപിക്കേണ്ട കാര്യമില്ല. പ്രവൃത്തികളെല്ലാം ക്രിസ്തുവിൽ നിറവേറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ല, വിശ്വസിച്ചാൽ മതി, വചനം മാത്രം മതി എന്ന് പറയുന്ന കൗദാശിക നിഷേധത്തിന്റെ, ജീവിത പ്രയോഗ വഴിയുടെ നിഷേധത്തിന്റെ ശക്തികൾ പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയാതെ പോകും. തുടങ്ങുന്നത് സഹനങ്ങളിലാണ്. ഏറ്റവും എളുപ്പത്തിൽ ആളുകളെ സ്വരൂപിക്കാൻ കഴിയുന്നത് സഹനങ്ങളിലാണ്. സഹനം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഈ സഹനമാണ് രക്ഷാകരമായി മാറുന്നത് എന്ന കാര്യം നിഷേധിക്കാൻ ആത്മാവിന്റെ 12 ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ 3 തള്ളി നിൽക്കും. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം അവിടെ നിർത്തും. ഇനിയുള്ളത് 3 കത്തോലിക്ക വിശ്വാസത്തിന് മൂല്യബോധം നൽകുന്ന കാര്യങ്ങളാണ്. അടക്കം, സഹനശക്തി, ശുദ്ധത. അത് 3 വേണ്ട. സഹനത്തെ സംബന്ധിച്ച ബോധ്യത്തിൽ മാറ്റമുണ്ടാക്കിയാൽ, കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കിയാൽ നോക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. പക്ഷേ വികലമായ കാഴ്ചയാണെന്നത് നാം തിരിച്ചറിയാതെ പോകും. വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നത് തിരിച്ചറിയാതെ പോകും. ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ ശക്തമായി കത്തോലിക്ക വേദികളിൽ നിന്ന് മുഴങ്ങുന്നുണ്ട്. മുഴക്കുന്നത് പ്രൊട്ടസ്റ്റന്റുകാരാണ്. പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യമുള്ള ആളുകൾ, ആ പാഠ്യപദ്ധതിയിലൂടെ കടന്നു വന്ന ആളുകൾ തങ്ങളുടെ ബോധ്യങ്ങളെ വിശ്വാസികൾക്കകത്തേക്ക് ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോസ്പെരിറ്റി ഗോസ്പൽ 1940 മുതൽ സഭയ്ക്കകത്തുണ്ടാക്കിയ അപജയം ചെറുതല്ല. സമൃദ്ധിയുടെ സുവിശേഷം, സമ്പത്തിന്റെ സുവിശേഷം, ചോദിക്കൂ നൽകും എന്ന് പറയുന്നു. നിങ്ങൾ കൊടുക്കൂ, സഹിക്കൂ, നിങ്ങൾ ക്രിസ്തുവിൽ മരിക്കൂ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൂ എന്ന് പറയുന്ന അടിസ്ഥാന പ്രമാണശിലകളെ എല്ലാം തകർത്തുകൊണ്ടാണ് നേടൂ എന്ന് പറയുന്ന വ്യാമോഹത്തിന്റെ ഒരു പുതിയ രീതി പ്രഘോഷിക്കപ്പെട്ടത്. ആ പ്രഘോഷണങ്ങൾ വിശ്വാസികൾ ഏറ്റെടുത്തു. കാരണം മാനുഷികമായി നമുക്ക് എപ്പോഴുമുള്ള പ്രേരണ എന്താണ്? ദ്രവ്യത്തോടും വസ്തുക്കളോടും ലോകത്തോടുമുള്ള താല്പര്യമാണ്, ഇല്ലായ്മകളോടുള്ള വൈമുഖ്യമാണ്. അതിനെ മുതലെടുക്കാൻ പ്രോസ്പെരിറ്റി ഗോസ്പലിന് കഴിഞ്ഞു. ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ നേടാൻ കഴിയുമെങ്കിൽ, ക്രിസ്തു തന്നെ എല്ലാം നൽകുമെങ്കിൽ നേടുന്നതല്ലേ നല്ലത് എന്ന ചിന്തയിലേക്ക് വന്നു. ഇന്ന് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടൊരു കാര്യമായി സമ്പത്തിന്റെ സുവിശേഷം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സമ്പത്തില്ലാത്തതിന് കാരണം ശുദ്ധീകരണാത്മാക്കൾ തീയിൽ കിടക്കുന്നതാണ്, പൂർവികരുടെ പാപമാണ്, ശാപബന്ധനങ്ങളാണ്, പിശാചിന്റെ പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ വഴിതെറ്റിച്ചു വിടാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സമ്പത്തല്ല പ്രധാനമെന്നും ക്രിസ്തുവാണ് പ്രധാനമെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം സമ്പത്ത് നേടുകയാണ് പ്രധാനം, അതാണ് ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളം, ദൈവാനുഗ്രഹത്തിന്റെ അടയാളം എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെട്ടു. അത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട നിലയിലാണ്. അത് വിശ്വാസ സമൂഹത്തിനകത്തുണ്ടാക്കിയിട്ടുള്ള വഴിപിരിച്ചിലുകൾ എത്രത്തോളമെന്ന് തിരിച്ചറിയാൻ നമുക്കിപ്പോഴും കഴിയാതെ പോകുന്നു എന്നത് ഒന്ന് ഓർത്തു നോക്കണം. സഹനത്തെ സംബന്ധിച്ച് ഈ അടുത്ത് കത്തോലിക്ക വേദികളിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യമുള്ളവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സഹനം കർത്താവ് ഏറ്റെടുത്തു. യേശുക്രിസ്തു കുരിശിൽ സഹനങ്ങളെ ഏറ്റെടുത്തു, പാപത്തെ ഏറ്റെടുത്തു, മരണത്തിൽ നിന്ന് വിമോചിപ്പിച്ചു, പിശാചിൽ നിന്ന് വിമോചിപ്പിച്ചു. അതവർ അംഗീകരിക്കുന്നില്ല. സഹനങ്ങളെ ഏറ്റെടുത്തു എന്ന് പറയുന്നവർ അതേസമയം തന്നെ പിശാചാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞ് വേദികളിലൊക്കെ പൈശാചിക ഉച്ചാടനം നടത്തുന്നു. പൈശാചിക ഉച്ചാടനത്തിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ രക്ഷ നേടാം, രോഗങ്ങളിൽ നിന്ന് മോചനം നേടാം, നിങ്ങളുടെ തകർച്ചകളിൽ നിന്ന് വിജയിക്കാം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിശാചിനെ ശത്രുവാക്കി ചിത്രീകരിച്ച് നമ്മുടെ മുൻപിൽ നിർത്തിയിട്ട് വിശ്വാസത്തിൽ നിന്ന് പതുക്കെ വ്യാമോഹങ്ങളിലേക്ക്, ലോക താല്പര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ പ്രവർത്തനത്തിന് സാധിക്കുന്നുണ്ട്. അത് സഭാ സമൂഹത്തെ കാർന്നു തിന്നുന്നുണ്ട്, വിശ്വാസ അപജയത്തിന് കാരണമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ യുക്തിപൂർവമായ ഒരു ചോദ്യമോ ഒരു വിയോജന കുറിപ്പോ വിശ്വാസ വിരുദ്ധമായിട്ട് കാണരുത്.
യുക്തിപരമായ അന്വേഷണങ്ങളും വിശ്വാസത്തോട് വിയോജനങ്ങളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസം യഥാർത്ഥത്തിൽ ശക്തീകരിക്കപ്പെടുകയാണ്, നവീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ വിശ്വാസ ദൃഢത ഉണ്ടാകുക. ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങളൊന്നും നിലനിൽക്കില്ല. കണ്ണടച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും ജീവിത പ്രയോഗ വഴി വരില്ല. ജീവിത പ്രയോഗ വഴിയിലേക്ക് വിശ്വാസത്തെ കൂട്ടിയിണക്കാൻ യുക്തിയുടെ ചോദ്യം ആവശ്യമായി വരും, വിമർശനങ്ങൾ ആവശ്യമായിട്ട് വരും. വിശ്വാസത്തിനകത്ത് പിഴവുകൾ നീക്കാൻ, നമ്മുടെ വികലതകൾ നീക്കാൻ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒന്നാണ് യുക്തിയുടെ പ്രയോഗങ്ങൾ, ചോദ്യം ചെയ്യപ്പെടലുകൾ. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുകയാണ്. വിശ്വാസത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുകയാണ്. പരിഹാസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസം നവീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം പണ്ട് ചോദിച്ചു, യേശുക്രിസ്തു മരിച്ചത് കുരിശിലാണ്, പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്? പൊൻകുരിശ് തോമയുടെ ചോദ്യമാണ്. ചോദ്യം ഇന്നും പ്രസക്തമാണ്. പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്? വാസ്തവല്ലേ? കർത്താവ് മരിച്ചത് മരക്കുരിശയിലാണ്, പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്? ചോദ്യം ചെറുതല്ല. സമ്പത്ത് കേന്ദ്രീകൃതമായി സഭ മാറുന്നതിനെ കുറിച്ച് വിമർശനാത്മകമായുള്ള ആ ചോദ്യം നിരന്തരം അവനോട് തന്നെ ചോദിക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിന് കിടക്കാൻ ഇടമില്ലായിരുന്നു, നിനക്ക് എന്തിനാണ് മണിമന്ദിരം? യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ മാന്യത ലഭിച്ചില്ല, നീ എന്തിനാണ് മാന്യതയുടെ പുറകെ പോകുന്നത്? ചോദ്യം പലതരത്തിൽ വരാം. അതുകൊണ്ട് വിശ്വാസത്തിന് എതിരായി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് ആകുലപ്പെടുകയല്ല വേണ്ടത്. വിശ്വാസത്തെ നാം അറിയാതെ കാർന്നു തിന്നുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ച് പരിശോധിക്കണം. സഹനം ക്രിസ്തു ഏറ്റെടുത്തു, സഹനം ഇനി ആവശ്യമില്ല എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് പഠനം കത്തോലിക്ക വിശ്വാസത്തിന്റെ മൂല്യത്തെ തകർക്കുന്നതാണ്, വിശുദ്ധ പാരമ്പര്യങ്ങളെ തകർക്കുന്നതാണ്. വിശുദ്ധാത്മാക്കളെല്ലാം സഹിച്ചവരാണ്. ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ആ സഹനം വഴി രക്ഷാകരമായ ഉയർച്ചയിലേക്ക് പ്രവേശിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ. ആ വിശുദ്ധാത്മാക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സഹനം മാറ്റണമെന്നാ, സഹനങ്ങളിൽ നിന്ന് മോചനം നൽകണമെന്നാ, സഹനത്തിൽ ബലപ്പെടുത്തണമേ എന്നല്ല. പരിശുദ്ധാത്മ ഫലമായ സഹനശക്തി നമ്മുടെ അകത്തുണ്ടെന്നും ആ സഹനശക്തിയുടെ പ്രയോഗം വഴി നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നും അങ്ങനെ ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഭാഗവാക്കുകളാകെ വഴി അവന്റെ മഹത്വത്തിൽ പങ്കുചേരാമെന്നും വിശ്വസിച്ച കത്തോലിക്ക സമൂഹം സഹനങ്ങൾക്ക് വിരുദ്ധമായൊരു നിലപാടെടുക്കാൻ പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാട് കാരണമായിട്ട് മാറുന്നുണ്ട് എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. നമ്മൾ ലോകത്തുള്ള എല്ലാ പന്തപുസ്തക പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒക്കെ എതിർപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഇത്. ഇതൊരു വിശ്വാസധാരയെ സംബന്ധിച്ച കാര്യമാണ്, മനുഷ്യരോടല്ല നമ്മൾ ഈ പറയുന്നത്. വിശ്വാസം പഠിപ്പിക്കുന്നിടത്ത് വിശ്വാസം പഠിപ്പിക്കുന്നതിന് പകരം വിശ്വാസത്തിൽ പിഴവുണ്ടാകുന്ന ഒരു കാര്യം ഉയർന്നു വരുന്നു. ആത്മീയ കച്ചവടമാണല്ലോ എല്ലായിടത്തും, ആത്മീയ കച്ചവടമാണ്. ഈ കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ സമ്പന്നരായി മാറുന്നു. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഇറങ്ങിയിട്ട് നമുക്കുണ്ടായൊരു അനുഭവം, വ്യക്തിപരമായ അനുഭവം നഷ്ടങ്ങളുടേത് മാത്രമാണ്. നേടാമെങ്കിൽ നേടാമായിരുന്നു, കോംപ്രമൈസ് ചെയ്യണം. എങ്ങനെയാണ്? സമ്പത്താണ് പരമപ്രധാനം, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകും. ചെറുത്താനാണ് നിങ്ങളുടെ സമ്പത്ത് തടഞ്ഞു വെക്കുന്നത്, അവരിൽ വിമോചനം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കമ്മീഷൻ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന പ്രഘോഷകർ ധാരാളമുണ്ട്. പ്രഘോഷകരെ നിങ്ങൾ നോക്കിയാൽ മതി. സാമ്പത്തിക നില ഉയർന്ന അനേകരെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് സാമ്പത്തിക നില ഉയർന്നത്? സാമ്പത്തിക നില ഉയർന്നത് ക്രിസ്തുവിനെ പ്രതി എന്ന പേരിൽ. യേശുവിന് പണത്തിന്റെ ആവശ്യമില്ല. പണത്തിന്റെ ആവശ്യം നിങ്ങളുടെ അയൽവാസിക്കാണ്, കൂടെ നടക്കുന്ന മനുഷ്യർക്കാണ്, വിശക്കുന്നവർക്കാണ്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്കാണ്. നിങ്ങളുടെ കൈയും കണ്ണും എത്തുന്ന ദൂരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കണം, വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുക്കണം, പാർപ്പിടമില്ലാത്തതിന് വസതിയിൽ സ്വീകരിക്കണം. ക്രൈസ്തവ മൂല്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കുള്ളവ വിട്ടുകൊടുക്കാനാണ് നിങ്ങൾ പഠിക്കുന്നത്, ഇവിടെ ആർജിച്ചെടുക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹന നിഷേധം എന്നത് വളരെ എളുപ്പത്തിൽ വിശ്വാസ അപജയം ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ഈ സഹന നിഷേധത്തെ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രഘോഷണ വേദികളിൽ നമുക്കിന്ന് കണ്ടുമുട്ടാൻ പറ്റും. അത് വളരെ ലളിതമായ രീതിയിൽ, വളരെ നേർത്ത രീതിയിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയും, സ്വർണം അഗ്നിയിൽ എന്ന പോലെ
കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിന്റെ തീച്ചുളയും. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, അതുപോലെയാണ് സഹനത്തിൽ വിശ്വാസികൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. സഹനം ഒരു ശുദ്ധീകരണ മാർഗമാണ്. സഹനം എങ്ങനെ ശുദ്ധീകരണ മാർഗമാണത്? നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് സഹനം തന്ന് നമ്മളെ ശുദ്ധീകരിക്കുക, അങ്ങനെയല്ല. സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സഹിച്ച ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുക. സഹനങ്ങളിൽ ഭാഗഭാഗിത്വം ഉണ്ടാകുമ്പോഴാണ് അവരെന്റെ സഹനത്തെ ഏറ്റെടുക്കാൻ പറ്റുക. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച ബോധ്യം നമുക്ക് ഉണ്ടാകുക. സഹനങ്ങളെ സംബന്ധിച്ച ബോധ്യമാണ് നൽകുക. അങ്ങനെയാണ് സഹനം ശുദ്ധീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ സഹനങ്ങൾ തന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന ആ നിലയ്ക്കല്ല. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾ അവൻ പരിഹരിച്ചു എന്നതുകൊണ്ട് നാം ഇന്നും പാപച്ചായ്ച്ചലുകളിലാണ്. പാപവഴിയിൽ വീണു പോകുമ്പോൾ അവനിൽ ആശ്രയിക്കാൻ കഴിയും. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കും, അവൻ നമുക്ക് പരിഹാര ബലിയാണ്. പാപം ചെയ്തു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. നിരന്തരം നമുക്ക് പാപവഴിയിൽ നിന്ന് മോചനം നേടാൻ കഴിയും. ജീവിതത്തിന്റെ ഓരോ നിമിഷവും പാപച്ചാച്ചിലുകൾ വേട്ടയാടുമ്പോൾ, പാപവഴികളിൽ വീണു പോകുമ്പോൾ വിമോചനം പ്രാപിക്കാൻ നമുക്ക് കഴിയും. കാരണം അവൻ പാപവിമോചകനാണ്. അതുകൊണ്ടാണ് കൗദാശികമായി പാപവിമോചനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ആ കൗദാശികമായ രീതികളെയൊക്കെ തകിടം മറിക്കാൻ പാപം ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി പാപമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ പോരെ? അത് പഠിപ്പിക്കുന്നുണ്ട്. അത് നിന്റെ രണ്ടാം ഘട്ടത്തിൽ വരുന്ന കാര്യമാണ്. ആദ്യം സഹനം. കാരണം സഹനം മാറാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ഓടി നടക്കുമ്പോൾ ആ സഹനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അസ്വസ്ഥതകളെ മുതലെടുത്തുകൊണ്ട് നമ്മെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിയുമെന്ന പാഠമാണ് ഈ വിശ്വാസത്തിന്റെ അബദ്ധ പ്രഘോഷണത്തിൽ നമ്മൾ കാണേണ്ടത്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6 മുതൽ 10 വരെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാവും. അവിടെ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഉത്കണ്ഠാകുലരാകാതിരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ്? ഈ സഹനങ്ങളെക്കുറിച്ച്, ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ ഉത്കണ്ഠാകുലരാകാതിരിക്കുവിൻ. കർത്താവിന്റെ കരത്തിന് കീഴിൽ നിങ്ങൾ നിൽക്കുവിൻ, അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ഈ ഉത്കണ്ഠകൾ നിങ്ങൾ ഭരിക്കാനിടയായാൽ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ നടക്കുന്നുണ്ട്. ആരാണ് ശത്രുവായ പിശാച്? ഈ വ്യഗ്രതയാണ്, ജീവിത വ്യഗ്രതയാണ്. സഹനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഉത്കടമായ ഈ വ്യഗ്രത നിങ്ങളെ ഭരിക്കാനിടയായാൽ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകും. ക്രിസ്തുവിന്റെ സഹനങ്ങളിലേക്ക് നോക്കാൻ പറ്റാതെ പോകും. ക്രിസ്തുവിന്റെ സഹനത്തോട് ഭാഗഭാഗിത്വം വഹിക്കാൻ പറ്റാതെ പോകും. എന്നിട്ട് 10-ാം തിരുവചനം പറയാണ്, ലോകത്തുള്ള എല്ലാ വിശ്വാസികളിൽ നിന്നും ഈ സഹനം ആവശ്യപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ള സഹനങ്ങളാണ്. ആ സഹനങ്ങളുടെ ഭാഗമായി നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ രക്ഷാകരമാണെന്ന ബോധ്യത്തിൽ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ, അങ്ങനെ ലോകസാമാന്യത്തിൽ നിന്ന് മോചനം നേടി ക്രിസ്തു മാർഗത്തിൽ ചരിക്കാൻ, സഹനത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് സഭ പഠിപ്പിക്കുന്നത്. ആ പഠനത്തിന് വിപരീതമാണ് സഹനങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തു, ഇനി സഹനങ്ങളുടെ ആവശ്യമില്ല, സഹനങ്ങൾ പൈശാചികമാണെന്ന് പഠിപ്പിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് വ്യൂ. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. റോമർ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം വ്യക്തമായി 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കണം. എന്താണ് പ്രത്യാശ? ക്രിസ്തുവിലാണ് പ്രത്യാശ. ഈ സഹനങ്ങൾ ക്രിസ്തു വഴിയിൽ നമ്മെ പുരോഗമിപ്പിക്കുമെന്നും ക്രിസ്തുവിൽ നമ്മെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുമെന്നും അങ്ങനെ സ്വർഗം അവകാശമാക്കാൻ കഴിയുമെന്നും സഹന വിമുഖത വേണ്ടെന്നുമാണ് പ്രത്യാശ നമ്മെ പഠിപ്പിക്കുന്നത്. റോമർ 5:4-5 തിരുവചനങ്ങൾ നമുക്കറിയാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് പറയുന്നതിന് മുമ്പ് അവിടെ നിന്ന് വ്യക്തമായി പറയുന്നുണ്ട്, കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ. ആ പ്രത്യാശയാണ് നമ്മെ നിരാശയിലേക്ക് നയിക്കാത്തത്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് കാരണമായിട്ട് മാറും. അങ്ങനെ പ്രത്യാശയിൽ ജീവിക്കണം, പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. അവൻ കുരിശിൽ മരിച്ചു, സഹനങ്ങൾ ഏറ്റെടുത്തു, അവന്റെ വഴിയെ പിൻചൊല്ലാനാണ് വിളിച്ചിട്ടുള്ളത്. യോഹന്നാൻ 14:6 പറയുന്നു, അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ വഴിയാണ്, അവന്റെ വഴി സഹന വഴിയാണ്. ആ സഹന വഴി സ്വീകരിച്ചുകൊണ്ട് വേണം ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ വചനം പഠിപ്പിക്കുന്നു. വചനപാഠത്തിന് വിപരീതമായി സഹനം അവൻ ഏറ്റെടുത്തു, ഇനി സഹനമില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങളുടെ സഹനങ്ങളെയെല്ലാം വിമോചിപ്പിക്കുന്നവനാണ് ദൈവം എന്ന് പഠിപ്പിക്കുമ്പോൾ, സഹനങ്ങളെ തള്ളിക്കളയാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായി സഹന വിമോചനം വരുന്നു. കുരിശിനെതിരായി മാറുന്നത് നമ്മൾ അറിയുന്നില്ല. പ്രത്യാശയിൽ സന്തോഷിക്കണം, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കണം.
സഹനങ്ങൾ ഏറ്റെടുക്കണം. വിശുദ്ധാത്മാക്കളെയൊക്കെ പരിശോധിക്ക്, ജീവിത സഹനങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. രോഗങ്ങളായിട്ടും മർദ്ദനങ്ങളായിട്ടും പീഡകളായിട്ടും ഒക്കെ നിരവധിയായ പീഡകൾ സഹിച്ചവർ, ആ പീഡകളൊക്കെ ഏറ്റെടുത്തവർ, ആ പീഡകളൊക്കെ ക്രിസ്തുവിനോടുള്ള സൗഭാഗ്യമാണ്, ക്രിസ്തുവിനോട് ഒന്നു ചേരുന്ന സൗഭാഗ്യത്തിന്റെ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞവർ. അങ്ങനെ ഭൗമിക ജീവിതത്തിനകത്ത് സഹനങ്ങൾക്കകത്ത് ക്രിസ്തുവിന്റെ മുഖം കാണാനും അങ്ങനെ മുഖം കണ്ട് ആനന്ദത്തിൽ ജീവിക്കാനും കഴിഞ്ഞവർ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ഇനിയോ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രാർത്ഥന എന്താ? ഇതൊക്കെ മാറ്റിത്തരണമെന്നുള്ളതല്ല പ്രാർത്ഥന. പ്രാർത്ഥന ദൈവിക സംഭാഷണമാണ്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംവാദമാണ്, ദൈവിക ബന്ധമാണ്. പ്രയർ മീൻസ് റിലേഷൻ. അങ്ങനെ യേശുവുമായൊരു ഗാഢബന്ധം പുലർത്തി ജീവിക്കാൻ കഴിയുമ്പോൾ സഹനങ്ങളുടെ അർത്ഥം മനസ്സിലാകും, സഹനങ്ങളുടെ മൂല്യം മനസ്സിലാകും. അപ്പം പിന്നെ പരാതിയില്ല. സഹനങ്ങൾ ആനന്ദകരമായ അനുഭവമായിട്ട് മാറും. സഹന നിമിഷങ്ങളിൽ വിലപിക്കാതെ സഹനങ്ങളിലേക്ക് ഉന്മുഖമായ അല്ലെങ്കിൽ സഹനങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഹൃദയഭാവം നമുക്കുണ്ടാവും. ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ ഏറ്റവും നല്ല ഇടം സഹനങ്ങളാണ്. ഒരു സഹന നിമിഷത്തിൽ പതറിപ്പോകാത്ത, ഹൃദയം തകരാത്ത, വിലപിക്കാത്ത, സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്ന, അത് ദൈവദാനമാണെന്ന് തിരിച്ചറിയുന്നൊരു മനോഭാവം നമുക്കുണ്ടായാൽ ലോകത്തിന്റെ പതിവ് രീതികളൊക്കെ തെറ്റും. കൊച്ചു കുഞ്ഞു ഉപദേശിച്ച് പാടിയ തോർക്കല്ലേ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ കാണാൻ കഴിയണം. സഹനങ്ങൾ നമ്മുടെ അകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുകയാണ്. യേശുവിന്റെ സഹനങ്ങളോട് ചേർന്നാണ് നമ്മുടെ സഹനമെന്ന ബോധ്യം വരുമ്പോൾ അവൻ സഹിച്ചു, നാമും സഹിക്കുന്നു, അവൻ നമ്മിൽ ജീവിക്കുന്നു എന്ന പരമാർത്ഥമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. സഹന നിഷേധം ഉണ്ടാകുമെന്ന് പറ്റും, കുരിശിനെതിരായി മാറും, കുരിശിനെ തള്ളിക്കളയുന്നവരായിട്ട് മാറും, ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിക്കും. നാം പോലും അറിയാതെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നവയാണ് സഹന നിഷേധങ്ങൾ എന്നറിയണം. സഹനങ്ങൾ ക്രിസ്തു ഏറ്റെടുത്തു. ആ സഹനങ്ങൾ ഏറ്റെടുത്ത ക്രിസ്തുവിനോടൊപ്പം നാം ആയിത്തീരുകയും ലോകത്തിന്റെ സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും അങ്ങനെ ക്രിസ്തുവിന്റെ സഹനത്തോട് ഭാഗഭാഗിത്വം പുലർത്തുകയും സഹനത്തിന്റെ പരിസമാപ്തിയിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഉദ്ധാനാവസ്ഥയിൽ പരമാനന്ദത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. വെളിപാട് പുസ്തകത്തിൽ 7:14 പറയും, ആരാണ് ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുന്നത് സ്വർഗത്തിൽ? ശുഭ്രവസ്ത്രധാരികളായവർ. ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, അവരാണ് ക്ലേശങ്ങളിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ, സ്വന്തം ജീവിതം കഴുകി വെളുപ്പിച്ചവർ, അവന്റെ രക്തത്തിൽ ഭാഗഭാഗിത്വമുള്ളവർ. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം പറയാണ്, ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ പങ്കുചേരുന്നതിലൂടെ, സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിന്റെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരും. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കുചേരുകയാണ് ജീവിതത്തിലെ ഓരോ ക്ലേശങ്ങളും. രോഗമാകട്ടെ, ദുരിതമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ഇല്ലായ്മയാകട്ടെ, ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഭൗതിക ക്ലേശങ്ങൾ ക്രിസ്തുവിന്റെ സഹനത്തിൽ സമൃദ്ധമായി പങ്കുചേരാനുള്ള അവസരങ്ങളാണ്. നിങ്ങൾ സഹിച്ചു മരിക്കട്ടെ അല്ലെങ്കിൽ കഷ്ടപ്പെടട്ടെ എന്ന അർത്ഥത്തിലല്ല ഈ പറയണേ. എല്ലാവർക്കും സഹനങ്ങളുണ്ട്. സഹനങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകാൻ സാധ്യമല്ല. മനുഷ്യൻ അവന്റെ സാമാന്യതയെ ലംഘിക്കുന്നത് സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ലംഘിക്കുമ്പോഴാണ്. സഹനങ്ങളുള്ള ലോകത്തിന്റെ മനോഭാവം എന്താ? സഹനങ്ങൾ മാറ്റണമെന്നാണ് ലോകത്തിന്റെ മനോഭാവം. സഹനങ്ങളെ സ്വീകരിക്കുകയും ആ സഹനങ്ങൾ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കുകയും അതുവഴി സഹനങ്ങളെ വിജയിക്കുകയും ചെയ്യണം. ഒരു സഹനം മാറിയാൽ വേറൊരു സഹനം വരും. കുഴപ്പം എന്താ? സഹനങ്ങളെ തള്ളി മാറ്റുമ്പോൾ ഈ കഷായം കുടിക്കുന്ന കുട്ടിയെ പോലെയാ. ഒരു കുട്ടി ഒരു കഷായം കുടിക്കുന്നു, അമ്മ കഷായം കൊടുക്കുകയാണ്. ഇപ്പൊ കഷായം ഭയങ്കര കയ്പാണ്, അതുകൊണ്ട് കുട്ടി അത് തുപ്പിക്കളഞ്ഞു. എന്താ കുഴപ്പം? രോഗം മാറണമെങ്കിൽ കഷായം കുടിക്കണമല്ലോ. അതുകൊണ്ട് അമ്മ വീണ്ടും കഷായം കൊടുക്കും, വീണ്ടും കുട്ടി തുപ്പിക്കളയും, വീണ്ടും കൊടുക്കും. അങ്ങനെ കുറെ കൊടുത്തു കഴിഞ്ഞ് കുട്ടി കുടിക്കും. ഇപ്പൊ എന്താ കുഴപ്പമുണ്ടായേ? ഒരു പ്രാവശ്യം കൊണ്ട് ആ കയ്പ് സ്വീകരിച്ച് സൗഖ്യം പ്രാപിക്കാമായിരുന്ന കുട്ടി പല പ്രാവശ്യം ഇത് കുടിക്കുന്നതിലൂടെ വായിൽ നിരന്തരമായി കയ്പ് നിലനിർത്തും. അങ്ങനെ കയ്പിൽപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് സഹനങ്ങളോട് വിമുഖതയല്ല, സഹനങ്ങളെല്ലാം ദൈവം നൽകുന്നവയാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ദൈവം എന്തിനാ നമ്മളിങ്ങനെ സഹിപ്പിക്കുന്നതെന്നാ ചോദിക്കണേ. ഒറ്റ ചോദ്യം തിരിച്ചു വധിച്ചാൽ മതി. യേശുക്രിസ്തുവിനെ കുരിശിൽ ഇത്രയും സഹിപ്പിച്ചെന്തിനാ? യേശുക്രിസ്തുവിനെ കുരിശിൽ ഇത്രയും സഹനങ്ങൾക്ക് ദൈവം വിട്ടുകൊടുത്തത് എന്തിനാ? തൊടുപുഴയിൽ പണ്ടൊരിക്കൽ ഒരു ധ്യാനാവസരത്തിൽ ഒരമ്മ തന്റെ മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ
ധ്യാനത്തിലിരിക്കുകയാണ്. അഗസ്റ്റിൻ ജെ പള്ളിക്കുന്നനച്ഛനാണ് ധ്യാനിപ്പിക്കുന്നത്. അപ്പൊ ധ്യാനം നടന്ന സമയത്ത് ഈ അമ്മ പ്രാർത്ഥിക്കുന്നില്ല, നിഷേധഭാവത്തിൽ ക്രിസ്തുവിനെ നോക്കിയിരിക്കുകയാണ്. അതിന് പെൺകുട്ടിയായിട്ട് സംസാരിക്കാനിടയപ്പോൾ പെൺകുട്ടി ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ മകൻ മരിച്ചപ്പോ ഈ ദൈവം എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ചിലരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ കുഴൽക്കിണറിൽ കുട്ടി വീണുപോയി, എവിടെയായിരുന്നു ദൈവം? പെൺകുട്ടി 14 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ അമ്മയോട് പറഞ്ഞു കൊടുത്തു, യേശു ക്രിസ്തു കുരിശിൽ മരിച്ച നേരത്ത് എവിടെയായിരുന്നു അവിടെ തന്നെയായിരുന്നു. സഹനം എന്നത് ഒരു മാനുഷികമായ കാര്യമാണ്. മാനുഷികതയിൽ മനുഷ്യ വിമോചനത്തിനുള്ള ഒരു ഉപകരണമാണ് സഹനം. അല്ലെങ്കിൽ ലോകം എന്നത് ക്ഷയോന്മുഖമാണ്, അതിൻ്റെ ഒരു സ്വഭാവമാണ്, പരിമിതിയാണ്. ആ പരിമിതിയെ ലംഘിക്കുന്നത് എങ്ങനെയാ? ആ പരിമിതിയെ തള്ളി മാറ്റിക്കൊണ്ടല്ല, ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ്. ആ പരിമിതിയിൽ ദൈവത്തോടൊപ്പം പങ്കുചേർന്ന് ക്രിസ്തു സഹനങ്ങളിൽ നിന്ന് വിമോചകനായത് എപ്രകാരം എന്നത് അനുഭവിക്കുകയും സഹനങ്ങളെ ജയിക്കുകയും ചെയ്യാൻ പറ്റും. അപ്രകാരം ഒരു വഴിയിലൂടെ കടന്നുപോയവരാണ് വിശുദ്ധാത്മാക്കൾ. അത് തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് സഹനം മാറ്റിത്തരും, സഹനമൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്, ഇനി സഹനമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത്ഭുതം കാണാൻ പറ്റും എന്ന് പറയാം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 4 മുതൽ 10 വരെ തിരുവചനങ്ങളിൽ സ്ലേഹ അഭിമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിനോടൊപ്പമാണെന്ന് അഭിമാനിക്കുന്നു. സഹനങ്ങളിൽ, പീഡകളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ ഒക്കെ ഞങ്ങൾ അവനോട് കൂടെയാണ്. സഹനങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ, ഇതിൽ അഭിമാനിക്കുകയാണ്. പീഡകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അഭിമാനിക്കുക. അതൊരിക്കലും സങ്കടപ്പെടുത്തുന്ന കാര്യമായിട്ട് വരുന്നില്ല, ക്രിസ്തുവിനോട് ചേർന്നാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്, അവന് വീടില്ല, നമുക്കും വീടില്ല. അപ്പൊ എങ്ങനെയായി സമാനത ക്രിസ്തുവിനോട്? അവൻ അപമാനിക്കപ്പെട്ടു, നമ്മൾ അപമാനിക്കപ്പെടുന്നു. ഇപ്പൊ ആരുടെ പോയി? ക്രിസ്തുവിനോടെ പോയി. പുണ്യം ചെയ്ത് നേടാൻ കഴിയുന്നതിനേക്കാൾ എളുപ്പമാണ് ദൈവം ക്രിസ്തുവിൽ നിറവേറ്റിയ രക്ഷാകരമായ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ സഹനങ്ങൾ വഴിയാണ്. ക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുവെന്നാണ് ശ്ലീഹ പറയുക. യേശു ക്രിസ്തു സഹിച്ച പീഡകൾക്ക് കുറവുണ്ടായത് കൊണ്ടല്ല. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പീഡകൾ പഴയതാണ്. 2000 വർഷം മുമ്പ് എന്ന് പറയുന്ന പീഡകൾ എന്നിൽ അനുഭവിക്കുമ്പോൾ എന്നിൽ ക്രിസ്തു പ്രകാശിക്കും. അങ്ങനെ ആ കുറവ് നികത്താൻ പറ്റും. ഒരു സഹന അവസരത്തിൽ ക്രിസ്തുവിനെ പ്രതി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾ ലോകത്തിന് മുൻപിൽ 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ചു എന്ന നമ്മുടെ ബോധ്യത്തിലുള്ള ഒരു കാര്യം അനുഭവപ്രദമാക്കും. ആ അനുഭവം കൊണ്ടിരും. ഒരിക്കൽ ഒരു വീട്ടിൽ പോകാനിടയായി. പിതാവ് രോഗിയാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ ട്യൂമർ വളർന്ന് മൂക്കിലൂടെ വളർന്ന് വായിലൂടെ വളർന്ന് ശ്വസിക്കാനും ഭക്ഷിക്കാനൊന്നും കഴിയാത്ത രീതിയിലായി, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി, മരണാസന്നനായിരിക്കുകയാണ്. തല നേരെ നിൽക്കില്ല. ഒരു മകൾ കന്യാസ്ത്രീയാണ്, മക്കളൊക്കെ വിശ്വാസികളാണ്. അപ്പൊ അവിടെ ചെന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ ചെന്നതാണ്. പക്ഷേ ഈ ദുർഗന്ധം ഉള്ളത് കൊണ്ട് അവർക്കൊരു അസ്വസ്ഥതയുണ്ട്. അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ ദുർഗന്ധമുണ്ട്, ഇങ്ങനെ അപ്പനിങ്ങനെയാണ്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഏത് ഗന്ധത്തിലാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുക? നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിന് ആദ്യകാലത്ത് ട്യൂമർ ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തലച്ചുമട്ടെടുക്കരുതെന്നാണ്. അദ്ദേഹം വള്ളത്തിൽ നിന്ന് മത്സ്യം തലയ്ക്ക് ചുമന്നു കൊണ്ടുപോകുന്ന ആളായിരുന്നു. ഇനി ആ ചുമട്ടെടുക്കരുതെന്നാണ്. രോഗാവസ്ഥ വർദ്ധിക്കുമെന്നാണ്. അദ്ദേഹത്തിന് വേണ്ട വിധം ചികിത്സിക്കാൻ പറ്റില്ല, കാരണം മക്കളേറെയുണ്ട്, അവരെ വളർത്തണം. തൻ്റെ അധ്വാനമല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് തലച്ചുമട് ഒഴിവാക്കിയില്ല, ചികിത്സയ്ക്ക് വേണ്ട വിധം പോയില്ല. മക്കളൊക്കെ വളർന്ന് വലുതായി. അപ്പന്റെ രോഗവും. മരണാസന്നനായ ആ മനുഷ്യനെ ചൂണ്ടി ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു. നിങ്ങളുടെ അടുത്ത് ജീവിക്കുന്ന ക്രിസ്തു ഇതാണ്. അവരനു വേണ്ടി സ്വയം മരിച്ച് രക്ഷയും ജീവനും നൽകുന്നവനായി ഈ മനുഷ്യൻ ഈ ഭവനത്തിനകത്തുണ്ട്. ഇതൊരു അടയാളമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ, നമ്മൾ വേദനിക്കുമ്പോഴൊക്കെ അവരന് ജീവൻ നൽകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹന നിഷേധം എന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു വിരുദ്ധമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അത്തരത്തിലുള്ള പ്രബോധനങ്ങൾ കത്തോലിക്കാ സഭയുടെ വേദികളിൽ ഉണ്ടായിക്കൂടാത്തതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവയെ നിഷേധിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. ആരാണ് ഈ പ്രഘോഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? നമ്മുടെ ദൗർബല്യങ്ങളാണ്. അത് ചെയ്യുന്ന ഏതാനും ചില ആളുകളാണെന്ന് വിചാരിക്കേണ്ട.
നമ്മളാണ് കേൾക്കാൻ ഇമ്പമുള്ള നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പറയുന്ന ആളുകളെ തേടി പോകുന്നത്. ആ പോക്ക് അവസാനിപ്പിക്കണം. ഫിലിപ്പിയർ 3:10 തനിക്കുണ്ടായിരുന്ന ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം നഷ്ടമാക്കി ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്തത് സഹനങ്ങളിൽ അവനോടുകൂടെ പങ്കുചേരാൻ വേണ്ടിയാണ്. ഇപ്രകാരം ഞാൻ എൻ്റെ ജീവിതാവസ്ഥകളെ മുഴുവൻ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ഈ ക്ലേശങ്ങൾ സഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സഹനങ്ങളിൽ അവനോട് ഭാഗഭാഗിത്വം പുലർത്താനാണ്, അതുവഴി രക്ഷ അനുഭവിക്കാനാണ്. അങ്ങനെ അവന്റെ സഹനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവന്റെ മരണത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കാമെന്ന പ്രത്യാശയാണ് സ്ലീഹയെ ശക്തനാക്കുന്നത്. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്വീകരിക്കാൻ ഇടയാക്കുന്നത് സഹനങ്ങൾ മൂല്യമുള്ളവയാണ് തിരിച്ചറിയണം. അതുകൊണ്ട് അവയെ തള്ളിക്കളയുന്ന സഹന നിഷേധത്തിന്റെ എല്ലാ പ്രഘോഷണങ്ങളെയും നമുക്കും തള്ളിക്കളയാൻ കഴിയണം. ഹെബ്രായർ 10:36 പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. സഹനശക്തി പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. സഹനശക്തി നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ജീവിത സഹനങ്ങളുടെ വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സഹനശക്തി നൽകണമേ എന്നാണ്. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തണമേ എന്നാണ്. സഹനങ്ങളെ തള്ളിമാറ്റാനുള്ള കുറുക്കുവഴി അന്വേഷിക്കുകയല്ല വേണ്ടത്. യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 10-11 തിരുവചനങ്ങൾ പറയാണ്, സഹനങ്ങൾ സ്വീകരിച്ച പ്രവാചകന്മാരെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. രക്ഷ നേടാൻ ഈ സഹനങ്ങൾ ആവശ്യമാണ്. ഈ സഹനങ്ങളുടെ വഴിയെ കടന്നു പോകേണ്ടതുള്ളൂ. സ്നേഹ പഠിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയാണ്, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. വിശ്വാസത്തിലുണ്ടാകുന്ന പിഴവുകൾ നമ്മെ അകറ്റുന്നുണ്ട്. ലോകസുഖങ്ങൾ തേടുന്ന മനോഭാവത്തിലേക്ക് എല്ലാം നേടിത്തരാം, എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്ന ഹീനമായ തന്ത്രം, അത് ദുഷ്ടഹൃദയത്തിലേക്കുള്ള വഴിയാണ്. അത് നമ്മുടെ വിശ്വാസത്തെ നകറ്റുന്നതാണ്. അത് രക്ഷയിൽ നകറ്റുന്നതാണ്. നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. വിശ്വാസം മുഖേന സഹനങ്ങളെ നോക്കിക്കാണാൻ പറ്റണം. വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി കാണാൻ പറ്റണം. കണ്ണു തുറക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകണം. ആനുകാലിക ലോകത്ത് പ്രഘോഷിക്കപ്പെടുന്ന വിശ്വാസ പ്രഘോഷണ മേഖലകളെ യുക്തിബോധത്തോടെ നമുക്ക് കാണാൻ പറ്റണം. വിശ്വാസത്തിന്റെ യുക്തി അനുസരിച്ച് നാം അനുഗമിക്കുന്നത് ക്രിസ്തുവിനെയാണോ? മനുഷ്യരോട് കൂടെ നടന്ന് ബലഹീനതകളിൽ പങ്കുചേർന്ന് പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം സമർപ്പിച്ച ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് പകർത്താൻ വിളിക്കപ്പെടുകയും സാക്ഷ്യപ്പെടുത്താൻ ഐക്യപ്പെടുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ തള്ളിമാറ്റുന്ന ക്രിസ്തു വിരുദ്ധതയിലേക്ക് വീണു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മളിലൂടെ വെളിച്ചമാകുന്ന ക്രിസ്തു നഷ്ടമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിലെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ലൂക്കാ സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ പരിശോധിക്കണം, കാഴ്ചപ്പാടുകളെ പരിശോധിക്കണം. സഹനങ്ങൾക്കെതിരായ അല്ലെങ്കിൽ സഹനമാർഗങ്ങൾ മോശമാണെന്ന ക്രിസ്തു സഹനങ്ങൾ ഏറ്റെടുത്തു. ഇനി സഹനമില്ലെന്ന് പഠിപ്പിക്കുന്ന അബദ്ധധാരണകളിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ നമുക്ക് കഴിയണം. ജീവിത സഹനങ്ങളെ ക്രിസ്തു രഹസ്യങ്ങളോട് ചേർത്ത് വെക്കണം. നമ്മുടെ ഓരോ സഹനത്തിലും ക്രിസ്തു പ്രകാശിക്കുന്നുണ്ട് എന്ന പരമാർത്ഥം അറിയണം. അങ്ങനെ ആ പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ആ സഹന നിമിഷങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പമാണെന്ന ബോധ്യത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റണം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ പറ്റണം. എല്ലാം മാറ്റിത്തരണമേ എന്നല്ല, ഞാൻ നിന്നോട് കൂടെയാണ് എന്ന് ഏറ്റു പറയാൻ പറ്റണം. ഹൃദയത്തിൽ അങ്ങനെയൊന്ന് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ അത്ഭുതം ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ നിങ്ങൾ ജയിക്കുന്ന അനുഭവം ഉണ്ടാവും. കരുത്തുള്ളവരായി നിങ്ങൾ മാറും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അപ്രകാരം നിങ്ങളിൽ ഏവരിലും പ്രകാശിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.